നമുക്കിന്ന് എന്ത് ചെയ്യാം, നമ്മുടെ പടയൊരുക്കം 4 എക്സാം നടന്നിരുന്നു. അതിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എയുടെയും ബിയുടെയും വരുമാനങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:4 ആണ്. അവരുടെ ചിലവുകൾ തമ്മിലുള്ള അംശബന്ധം യഥാക്രമം 5:8 ആണ്. എ 2500 രൂപയും ബി 2000 രൂപയും മിച്ചം വയ്ക്കുന്നു എങ്കിൽ എയുടെയും ബിയുടെയും വരുമാനങ്ങളുടെ തുക എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വരുമാനം ഈക്വൽ ടു ചിലവ് പ്ലസ് മിച്ചമാണ്. എ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ബി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. ഇവരുടെ വരുമാനങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:4 ആണ്. എക്സ്പെൻഡിച്ചർ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 5:8 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് 5x പ്ലസ് 2500 ഡിവൈഡഡ് ബൈ 8x പ്ലസ് 2000 ഈക്വൽ ടു 3/4 ആണ്. ഓക്കെ, സോ 4 into 5x plus 2500 equal to 3 into 8x plus 2000. So 4 into 5x എത്ര? 20x ആണ്. പ്ലസ് 4 into 2500 എത്ര? 10,000 ആണ്. equal to 3 into 8x 24x ആണ്. പ്ലസ് 3 into 2000 6000 ആണ്. ഓക്കെ, ഇവിടെ 20x ഉണ്ട്, 24x ഉണ്ട്. സോ 4x ഈക്വൽ ടു 4000 എന്ന് കിട്ടി. ഇതിൽ നിന്ന് x എന്ന് പറയുന്നത് 4000 ഡിവൈഡഡ് ബൈ 4 ആണ്. സോ 1000 എന്ന് നമുക്ക് x കിട്ടി. എക്സിൻ്റെ വാല്യൂ 1000 എന്ന് കിട്ടി. നമ്മൾ ചോദിച്ചത് എന്താണ്? ഇതിൻ്റെ സമ്മാണ് ചോദിച്ചത്. സോ 5 into x എത്ര? 1000 പ്ലസ് 2500 പ്ലസ് 8 into x ആണ്. എക്സിൻ്റെ വാല്യൂ 1000. 8 into 1000 പ്ലസ് 2000. സോ 17,500 എന്ന് നമുക്ക് കിട്ടും. നമ്മുടെ ആൻസർ 17,500. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ട് സംഖ്യകളുടെ LCM അവയുടെ HCFൻ്റെ 56 മടങ്ങാണ്. HCFൻ്റെയും LCMൻ്റെയും തുക 1710 ആണ്. രണ്ട് സംഖ്യകളിലെ ഒന്ന് 240 ആയാൽ രണ്ടാമത്തെ സംഖ്യ എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് HCF എന്നുള്ളത് HCF x എന്നെടുത്താൽ LCM എത്രയാണ്? 56 മടങ്ങാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 56x എന്നെടുക്കാം. ഇതിൻ്റെ തുക 1710 ആണ് എന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് 56x പ്ലസ് എക്സ് എന്നുള്ളത് 1710 ആണ്. അതായത് 57x എന്നുള്ളത് 1710 ആണ്. അതിൽ നിന്ന് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1710 ഡിവൈഡഡ് ബൈ 57 ആണ്. സോ 30. അപ്പോൾ HCF എന്ന് പറയുന്നത് 30 ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി LCM ഈക്വൽ ടു 30 into 50 56 ആണ്. സോ 1680 എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അതായത് ക്വസ്റ്റ്യനിൽ നമ്മൾ തന്നിട്ടുണ്ട് HCF ഇൻറ്റു LCM എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ആണ്. പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. അപ്പോൾ 1680 ഇൻറ്റു 30 ഈക്വൽ ടു ഒരു പ്രോഡക്റ്റ് എത്രയാണ്? 240 ഇൻറ്റു n ആണ്. സോ n എന്നുള്ളത് എത്രയാണ്? 1680 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 240 ആണ്. ഓക്കെ, അപ്പോൾ 1680 ഇൻറ്റു 3 5040 എന്ന് കിട്ടും. 5040 ഡിവൈഡഡ് ബൈ 24 210 എന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ ആൻസർ 210. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ഒരു വൃത്തത്തിലെ 6 ബിന്ദുക്കളിൽ നിന്ന് എത്ര ഞാണുകൾ വരയ്ക്കാം? അതായത് ഒരു വൃത്തത്തിലെ 6 ബിന്ദുക്കളിൽ നിന്ന് എത്ര ഞാണുകൾ വരയ്ക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ n into n - 1 ഡിവൈഡഡ് ബൈ 2 ആണ്.
സോ n എത്രയാണ്? ഇവിടെ 6 ആണ് തന്നിട്ടുണ്ട്. 6 ഇൻറ്റു 6 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2, അതായത് 6 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 2. 6 ഇൻറ്റു 5 30 ആണ്. 30 ബൈ 2 15. സോ 15 ഞാണുകൾ വരയ്ക്കാം. 15 നാണുകൾ വരയ്ക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ 14, 20, 26 ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമാന്തര ശ്രേണിയാണ്. ഓക്കെ, അപ്പോൾ എന്ന സമാന്തര ശ്രേണിയെ സംബന്ധിച്ച് 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇവരുടെ 16ാമത്തെ പദവും 21ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം 30 ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ a+20d മൈനസ് a+15d, അതായത് 5d എന്ന് കിട്ടും. ഓക്കെ, 5d എന്നുള്ളത് 30 ആണെന്ന് അവിടെ തന്നിട്ടുണ്ട്. സോ d എന്ന് പറയുന്നത് എത്രയാണ്? d എന്ന് പറയുന്നത് 30 ഡിവൈഡഡ് ബൈ 5 ആണ്. സോ 6 ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ബീജഗണിത രൂപം 6n + 8 ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിൻ്റെ വാല്യൂ നമുക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ 6 ഇൻറ്റു 1 + 8 എന്നുള്ളത് എത്രയാണ്? 14. എന്നിൻ്റെ വാല്യൂ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 6 ഇൻറ്റു 2 + 8 എത്രയാണ്? 20. എന്നിൻ്റെ വാല്യൂ 3 കൊടുത്തു കഴിഞ്ഞാൽ 6 ഇൻറ്റു 3 + 8 എത്രയാണ്? 26 ആണ്. സോ നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ബീജഗണിത രൂപം 6n + 8 ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 1ഉം 2ഉം ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു തുകയുടെ സാധാരണ പലിശ ആ തുകയുടെ 1/4 ഭാഗമാണ്. വാർഷിക പലിശ നിരക്ക് വർഷങ്ങളുടെ 4 മടങ്ങാണ്. എങ്കിൽ വാർഷിക പലിശ നിരക്ക് 2% കൂടിയാൽ 5000 രൂപയ്ക്ക് 3 വർഷത്തേക്കുള്ള സാധാരണ പലിശ എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇൻട്രസ്റ്റ് എന്നുള്ളത് എന്താണ്? PNR/100 ആണ്. അതായത് PNR/100 എന്നുള്ളത് 1/4 ആണ്. സോ PNR/100 എന്നുള്ളത് P/4 ആയിട്ട് എഴുതാൻ പറ്റും. അതായത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് P/4 ആയിട്ട് നമുക്ക് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് പിയും ക്യാൻസൽ ചെയ്യാം. 100നെ നമുക്ക് 4 കൊണ്ട് വെട്ടുകയും ചെയ്യാം. അങ്ങനെ NR എന്നുള്ളത് നമുക്ക് എത്ര കിട്ടും? 25 എന്ന് കിട്ടും. അത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, R നമുക്ക് എത്രയാണ്? 4n ആണ്. ഓക്കെ, R എന്ന് പറയുന്നത് 4n ആയിട്ട് പറയുന്നുണ്ട്. അതായത് 2% കൂടിയതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ n = R/4 എന്ന് എഴുതിക്കൂട്ടെ. n = R/4 എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ 1ൽ, അതായത് നമ്മുടെ ഈ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് NR 25, അതായത് ആ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R/4 ഇൻറ്റു R, R/4 ഇൻറ്റു R എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. ഓക്കെ, അപ്പോൾ അതായത് R/4 ഇൻറ്റു 4 എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. ഓക്കെ, അപ്പോൾ R², R ഇൻറ്റു R²/4 എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് R എത്രയാണ്? 4 ഇൻറ്റു 25, അതായത് R² എന്ന് പറയുന്നത് 4 ഇൻറ്റു 25 100 ആണ്. ഓക്കെ, സോ R എന്ന് പറയുന്നത് എത്രയോ? 10 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് R എത്രയാണ്? 10 എന്ന് കിട്ടി. ഇതാണ് R എന്നത് 2% കൂടിയതായിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ 10 + 2 അതായത് 12 ആയി. ഓക്കെ, ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് PNR/100, അതായത് P പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 5000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് 3 ഇൻറ്റു R എത്രയാണ്? 12/100. ഈ 0 വെട്ടും, ഈ 0 പോകുന്നു. 50 ഇൻറ്റു 36, സോ 1800 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ. 6/7, 4/5, 2/3, 3/4 എന്നീ ഭിന്നസംഖ്യകളെ സംബന്ധിച്ച് തന്നിരിക്കുന്ന 2 പ്രസ്താവനകൾ പരിശോധിച്ച് ഉചിതമായത് എഴുതുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ തന്നിട്ടുള്ളത്? 2/3 ചെറിയ ഭിന്നസംഖ്യയാണ് എന്നാണ്. ഒന്നുകിൽ നമുക്ക് എന്താണ് ഇതിന് ചെറിയ ഭിന്നസംഖ്യ കണ്ടെത്തണം, ഒന്നുകിൽ നമുക്ക് ക്രോസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും.
ഓക്കെ, അത് കുറച്ചും കൂടെ ടൈം പോകുന്നതായത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാം. അതായത് 6/7, 4/5, 2/3, 3/4 അംശത്തിൽ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 60/7 എന്ന് കിട്ടും. 60/7 അതായത് 8 7 56. നമുക്ക് ശിഷ്ടം കൺസിഡർ ചെയ്യേണ്ട. 40/5 എന്ന് പറയുമ്പോൾ 8 കിട്ടും. ഓക്കെ, 20/3 എന്ന് പറയുമ്പോൾ 6 ആണ്. 6 3 18 ബാക്കി ശിഷ്ടം 2 വരുന്നുണ്ട്, ശിഷ്ടം കൺസിഡർ ചെയ്യേണ്ട. 30/4 എന്ന് പറയുന്നത് എന്താണ്, 7 4 28, ശിഷ്ടം 2 കിട്ടും, കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എല്ലാത്തിൻ്റെ വാല്യൂ കിട്ടി. 8 8 6 7. ഇതിൽ ഏറ്റവും ചെറുത് ഏതാ വരുന്നത്, 6 ആണ്. 6ന് അതായത് 20/3 ആണ്. 20/3 എന്ന് പറയുന്നത് ഏതാണ്, 2/3 ആണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ചെറിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 2/3 ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഭിന്നസംഖ്യകളെ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ 4/5 ഇതിൻ്റെ സ്ഥാനം 3-ാമതാണ്. അവരോഹണ ക്രമമാണ്. ഓക്കെ, വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ വലുത് എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്, 6/7 ആണ്. അത് കഴിഞ്ഞിട്ട് ഏത് വരും, 4/5 വരും. പിന്നെ എത്ര, 3/4 വരും. ലാസ്റ്റ് വണ് 2/3 വരും. ഓക്കെ, അപ്പോൾ സ്ഥാനം എത്രയാണ്, 2-ാമതാണ് സ്ഥാനം വരുന്നത്. അപ്പോൾ എന്താണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ബി ആണ്. 1 ശരി, 2 തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. ഒരു ഹൗസിംഗ് സൊസൈറ്റിയിലെ 2750 ആൾക്കാരിൽ ഒരാൾക്ക് ഒരു ദിവസം 100 ലിറ്റർ വെള്ളം വീതം വേണ്ടിവരും. ഒരു കുഴൽ ആകൃതിയിലുള്ള ജലസംഭരണിയുടെ ഉയരം 7 മീറ്ററും വ്യാസം 10 മീറ്ററും ആണെങ്കിൽ അതിലെ ജലം എത്ര നാളത്തേക്ക് ഉണ്ടാകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഓക്കെ, ഹൗസിംഗ് കോളനിയുടെ സിലിണ്ടർ ആണിത്. ഓക്കെ, ഇതിൻ്റെ വ്യാസം എന്ന് പറയുന്നത് 10ഉം ഹൈറ്റ് എന്ന് പറയുന്നത് 7ഉം ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഉൾക്കൊള്ളാവുന്ന, ഈ സിലിണ്ടറിൽ ഉൾക്കൊള്ളാവുന്ന വെള്ളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് എത്രയാണ്, വ്യാപ്തം = 20πr² h ആണ്. πr² h ആണ് ഇത് കണ്ടെത്തേണ്ടത്. ഓക്കെ, പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു r എന്ന് പറയുന്നത് 5 ആണ്. 5 × 5 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്, 7 ആണ്. സോ 22/7 ഇൻറ്റു 25 ഇൻറ്റു 7, അതായത് 550 എന്ന് കിട്ടി. 550 മീറ്റർ ആണ്. ഓക്കെ, ഇത് നമ്മൾ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് 550 ഇൻറ്റു 1000. സോ 5,50,000 എന്ന് നമുക്ക് കിട്ടും. 5,50,000 എന്ന് കിട്ടും. അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 5,500. 5,500 എന്ന് പറയുന്നത് എന്താണ്, 2750 ആണ്. ഓക്കെ, 2750 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും, 2 ഡേയ്സ്. അവർക്കതെന്ത് ചെയ്യും, 2 ദിവസത്തിന് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ. 8 മീറ്റർ/സെക്കൻഡിൽ ഒരു കള്ളൻ നേർരേഖയിൽ ഉള്ള റോഡിൽ മോട്ടോർ ബൈക്കിൽ പോകുന്നു. ഒരു പോലീസുകാരൻ 10 മീറ്റർ/സെക്കൻഡിൽ പോയി ജീപ്പിൽ കള്ളനെ പിന്തുടരുന്നു. അപ്പോൾ പോലീസുകാരൻ ജീപ്പിൽ കള്ളനെ പിന്തുടരുന്നുണ്ട്. ഈ നിമിഷത്തിൽ ജീപ്പിനും മോട്ടോർ ബൈക്കിനും ഇടയിലുള്ള ദൂരം 50 മീറ്റർ ആണെങ്കിൽ എത്ര നേരം കൊണ്ട് പോലീസുകാരൻ കള്ളനെ പിടിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് 50 ഡിവൈഡഡ് ബൈ 10 മൈനസ് 8, അതായത് 50 ഡിവൈഡഡ് ബൈ 2 = 25. 25 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ ആണ്. 0.1 × 0.1 × 0.1 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പോയിന്റ് കൺസിഡർ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ഇൻറ്റു ചെയ്യുക. 1 × 1 × 1 എത്ര, 1 ആണ്. സോ എന്നിട്ട് എന്ത് ചെയ്യുക, പോയിന്റ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 0.001. 10th ക്വസ്റ്റ്യൻ. ഒരു വിദ്യാലയത്തിൽ 8 അധ്യാപകരാണുള്ളത്. 35 വയസ്സുള്ള ഒരു അധ്യാപകൻ സ്ഥലം മാറിപ്പോയി. പകരം മറ്റൊരു അധ്യാപകൻ വന്നപ്പോൾ അധ്യാപകരുടെ ശരാശരി വയസ്സ് 2 കൂടി. പുതുതായി വന്ന അധ്യാപകൻ്റെ പ്രായം എത്ര? ഓക്കെ, അപ്പോൾ എത്ര വയസ്സുള്ള ആളാണ് സ്ഥലം മാറിപ്പോയത്? 35. 35 വയസ്സുള്ള ആളാണ് സ്ഥലം മാറിപ്പോയത് അല്ലേ? പ്ലസ് അംഗസംഖ്യ എത്രയാണ്? ആ സ്കൂളിലുള്ള അധ്യാപകരുടെ എണ്ണം 8 ആണ്. ഓക്കെ, അധ്യാപകരുടെ എണ്ണം 8 ആണ്. എത്ര വർധനവുണ്ട്? ശരാശരിയിൽ എത്ര വർധനവുണ്ടായത്? 2 ആണ്. ഓക്കെ, അതായത് 35 + 8 × 2 16. 35 + 16 51. അതായത്
പുതിയതായി വന്ന അധ്യാപകൻ്റെ പ്രായം എത്രയാവും? 51 വയസ്സാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ 11th ക്വസ്റ്റ്യൻ. 600 ഗ്രാം പഞ്ചസാരയിൽ 500 ഗ്രാം ഉപയോഗിച്ചു കഴിഞ്ഞു എങ്കിൽ എത്ര ശതമാനം മിച്ചമുണ്ട്? ഓക്കെ, അപ്പോൾ 600 ഗ്രാം പഞ്ചസാരയിൽ എന്താണ് 500 ഗ്രാം ആണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി 100 ഉണ്ട്. ഓക്കെ, അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 600 ഇൻറ്റു 100. ഇപ്പോൾ എത്ര ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 16 2/3% എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 12th വൺ. അനുവിനേക്കാൾ ഇരട്ടി കാര്യക്ഷമത വിനുവിനുണ്ട്. രണ്ടുപേരും കൂടി 22 ദിവസം കൊണ്ട് ജോലി തീർക്കും. അനു അതേ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ്. ഓക്കെ, അപ്പോൾ അനുവിന് കാര്യക്ഷമത 1 ആണെങ്കിൽ വിനുവിന് എത്രയാവും? 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതായത് ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. അതായത് ഇവരുടെ കാര്യക്ഷമത എത്രയാണ്? 3 ആണ്. T/22. അതായത് എത്രയാണ്? T എന്ന് പറയുന്നത് എന്താണ്? 3 × 22 66 ആണ്. ഓക്കെ, 66. ഇത് നമ്മളോട് ചോദിച്ചത് എന്താണ്? അനു അതേ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് ചോദിച്ചത്. സോ 66, അനുവിൻ്റെ കാര്യക്ഷമത 1 ആണ്. 66 ഡിവൈഡഡ് ബൈ 1 = 66. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 66 ദിവസം കൊണ്ട്. ഓക്കെ, 13th ക്വസ്റ്റ്യൻ. ഒരാൾ 10 രൂപയ്ക്ക് 12 പെൻസിൽ എന്ന നിരക്കിൽ വാങ്ങി 10 പെൻസിലിന് 12 രൂപ എന്ന നിരക്കിൽ വിൽക്കുന്നു. ഈ കച്ചവടത്തിൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? 10 12, അതായത് 12 × 12 144, 10 × 10 100. സോ 44. ഇനി ഇവിടെ ലാഭശതമാനമാണ് ചോദിച്ചത്. ലാഭശതമാനം = P/CP × 100 ആണ്. P എത്ര? 44/100 × 100. സോ 44% ലാഭമായിരിക്കും. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 44% ലാഭമാണ് ഈ ഒരു കച്ചവടത്തിൽ നിന്ന് ഉണ്ടാവുക. ഓക്കെ, 14th ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിലെ സംഖ്യകൾ ഉപയോഗിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം? എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സമഭുജ ത്രികോണങ്ങൾ അപ്പോൾ 60 ഡിഗ്രി ആവണം. ഓക്കെ, 60 ഡിഗ്രി ആവണം. അപ്പോൾ നമുക്ക് എത്ര ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും? എല്ലാ കോണുകളും 60 ഡിഗ്രി ആവണം. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ക്ലോക്കിൽ നിന്ന് 4 സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, 4 സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 15th ക്വസ്റ്റ്യൻ. 1 കിലോമീറ്റർ എന്നത് എത്ര മൈലാണ്? 1 കിലോമീറ്റർ എന്നത് എത്രയാണ്? 0.621. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. താങ്ക് യു.